പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം പഠിക്കാനായി നമ്മൾ ഇന്ന് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നു. 4-ാം അധ്യായം മനോഹരമായ ഒരു അധ്യായമാണ് എന്ന് ഞാൻ പലയാവർത്തി സൂചിപ്പിച്ചു. നിങ്ങൾ അനേക തവണ ഈ അധ്യായം വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. നമുക്ക് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ അധ്യായം പഠിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സഹായം ചോദിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആമുഖം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സാമാന്യം ദീർഘമായി തന്നെ പറഞ്ഞിരുന്നു. വിശ്വാസം എന്ന പ്രമേയത്തെ വിശ്വസിക്കുന്നവന് ലഭിക്കുന്ന നിത്യജീവനെ യോഹന്നാൻ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് ഒരു നല്ല വായനക്കാരനായി വിശ്വാസത്തോടെ നമുക്ക് ഈ അധ്യായം വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. 1-ാമത്തെ വാക്യം, യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഫരിസേയർ കേട്ടതായി കർത്താവ് അറിഞ്ഞു. വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ല. അവൻ യൂദയ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു. യൂദയായിൽ നിന്ന് യേശു ഗലീലയിലേക്ക് മടങ്ങിപ്പോകാനുള്ള കാരണമായി ഇവിടെ ഈ അധ്യായത്തിൽ 2 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. യോഹന്നാൻ 2 കാര്യങ്ങളാണ്. ഇപ്പോൾ യൂദയ വിട്ട് യേശു ഗലീലയിലേക്ക് മടങ്ങിപ്പോകുന്നതിന് 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തേത് ഒരു സാമൂഹികമായ കാരണമാണ്, രണ്ടാമത്തേത് ഒരു ദൈവികമായ കാരണമാണ്. ഒന്നാമത്തേത് ജീവിതത്തിനുണ്ടായ ഒരു സാധാരണ സംഭവത്തിൻ്റെ പ്രതികരണം എന്ന വണ്ണമാണ്. രണ്ടാമത്തേത് ഒരു സുവിശേഷ വേലയുടെ ലക്ഷ്യമായിട്ടാണ്, ഒരു സുവിശേഷ നിയോഗം ലക്ഷ്യം വെച്ചിട്ടാണ്. ആദ്യത്തെ കാരണമായിട്ട് യോഹന്നാൻ പറയുന്നത് ഫരിസേയരുടെ ഇടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവുകയാണ്. ഫരിസേയരുടെ ഇടയിൽ ഈ അസ്വസ്ഥത ഉണ്ടായതിൻ്റെ കാരണം യോഹന്നാനെ അനുകൂലിച്ചിരുന്ന അനേകം ആളുകൾക്ക് അല്പം അസൂയ ഉണ്ടാവുകയാണ്. അസൂയയുടെ വിഷയം, യോഹന്നാനേക്കാൾ അധികം ആളുകളെ യേശു സ്നാനപ്പെടുത്തുകയും ശിഷ്യപ്പെടുത്തുകയും ചെയ്യുന്നതായി ഒരു സംസാരമുണ്ട്. അത് നമ്മൾ 3-ാം അധ്യായത്തിൽ തന്നെ കണ്ടിരുന്നു. യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ വന്ന് പറയുന്നുണ്ട്, ഗുരു, നീ യോർദാനിൽ വെച്ച് സ്നാനം നൽകിയവൻ അനേകരെ സ്നാനപ്പെടുത്തി, എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് പൊതുവെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നു, സാമൂഹികമായ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ കർത്താവ് ഈശോ മിശിഹ ആ സ്പോട്ടിൽ നിന്ന് പിൻവാങ്ങുകയാണ്. അതായത് തൻ്റെ സാന്നിധ്യം, തൻ്റെ പ്രവർത്തനം മനുഷ്യരുടെ ഇടയിൽ, മറ്റൊരാളുടെ ജീവിതത്തിലോ മനുഷ്യരുടെ ഇടയിലോ ഒരു സാമൂഹിക അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് തോന്നുമ്പോൾ വിവേകത്തോടെ യേശു പിൻവാങ്ങുകയാണ്. ഇത് നമ്മൾ വളരെ അവധാനതയോടെ മനസ്സിലാക്കേണ്ട ഒരു ആശയമാണ്. അതായത് മാറി നിൽക്കാനും മാറിപ്പോവാനുമുള്ളത് ഒരു വിവേകം മാത്രമല്ല, ഒരു കൃപയും ഒരു അഭിഷേകവും കൂടിയാണ്. മാറി നിൽക്കുക, മാറിപ്പോവുക, പിൻവാങ്ങുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാൾ പുലർത്തുന്ന വിവേകം മാത്രമല്ല, അതൊരു പുണ്യമാണ്. ദ വില്ലിങ്നെസ് ടു ബി വിത്ഡ്രോൺ, പുറകിലേക്ക് മാറാനുള്ള സന്നദ്ധത, അല്പനേരം വിട്ടു നിൽക്കാനുള്ള സന്നദ്ധത, ഒന്ന് മാറി നിൽക്കാനുള്ള സന്നദ്ധത. ബൈബിൾ ഉപയോഗിക്കുന്നൊരു വാക്ക് പറഞ്ഞാൽ പിൻവാങ്ങാനുള്ള സന്നദ്ധത. യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ, അല്ലെങ്കിൽ ആ സമയത്ത് യേശു പിൻവാങ്ങി എന്നൊരു വചനം നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ മാറി, അവിടെ നിന്ന് മാറി. യോഹന്നാൻ വധിക്കപ്പെട്ടു എന്ന് കേൾക്കും, യേശു പിൻവാങ്ങി. അപ്പോൾ ഈശോ തൻ്റെ ജ്ഞാനസ്നാന ശുശ്രൂഷ മറ്റൊരു കൂട്ടർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് തോന്നിയപ്പോൾ കർത്താവ് അവിടെ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് പകരം അവിടെ നിന്ന് യേശു മാറുകയാണ്. ഇനി ഇങ്ങനെ മാറുന്നത് മറ്റൊരു വലിയ സുവിശേഷത്തിൻ്റെ വാതിൽ തുറക്കുകയും കൂടിയാണ്. അതാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്.
സമറിയാക്കാരെ മുഴുവൻ നേടുന്നതിന് യേശു ഇപ്പോൾ ഗലീലയിലേക്ക് പോകുന്ന ഈ യാത്ര ഇടയാക്കുകയും ചെയ്യുന്നു. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ, ഒരുപക്ഷെ ദൈവം അനുവദിച്ചു തരുന്ന ചില മനപ്രയാസങ്ങൾ, ചില അസ്വസ്ഥതകൾ, അതിനെ നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അവധാനതയോടെയും സംയമനത്തോടെയും പ്രാർത്ഥനയോടെയും, റോമാലേഖനത്തിൽ പൗലോസ് ഉപയോഗിക്കുന്നൊരു വാക്ക് പറഞ്ഞാൽ സഹനശീലത്തോടെയും നമ്മൾ അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് സുവിശേഷത്തിൻ്റെ വലിയ വാതിലുകൾ തുറക്കപ്പെടുന്നതിന് കാരണമാകും. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം അപ്പോസ്തല പ്രവർത്തനത്തിലൊക്കെ ഇത് ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റൻസ്, സാവൂൾ സഭയെ പീഡിപ്പിക്കുന്ന സമയത്ത് അപ്പോസ്തലന്മാരൊഴികെ ബാക്കി എല്ലാവരും ജെറുസലേം വിട്ടു പോവുകയാണ്. അങ്ങനെ ജെറുസലേം വിട്ട് ചിതറിപ്പോയവർ വിവിധ ഇടങ്ങളിലേക്ക്, റോമാ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് അവർ ചിതറിപ്പോവുകയും ആ ചിതറിപ്പോയവർ എവിടെയെല്ലാം എത്തിയോ അവിടെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. സത്യത്തിൽ ഈ ജെറുസലേം എന്ന് പറയുന്ന ആ തലസ്ഥാന നഗരം വിട്ട് സുവിശേഷത്തിൻ്റെ വാതിലുകൾ ഈ യൂദയായുടെ മറ്റു പ്രദേശങ്ങളിലേക്കും സമറിയായിലേക്കും ലോകത്തിൻ്റെ അതിർത്തികളിലേക്കും വ്യാപിക്കുന്നതിന് കാരണമായത് സാവൂളിൻ്റെ നേതൃത്വത്തിൽ നടന്ന മതപീഡനമാണ്. അപ്പോൾ ഒരു അസ്വസ്ഥത ദൈവം അനുവദിക്കുന്നത് മറ്റ് ചില സുവിശേഷത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതുകൊണ്ടാണ് സമറിയായിൽ ഫിലിപ്പോസ് പോയിട്ട് അവിടെ സുവിശേഷം പ്രസംഗിക്കുകയും സമറിയായിൽ സുവിശേഷത്തിൻ്റെ വലിയൊരു മഹാവിസ്ഫോടനം നടക്കുകയും ചെയ്യുന്നതായി അപ്പോസ്തല പ്രവർത്തനം രേഖപ്പെടുത്തുന്നത്. ഇനി പൗലോസ്ലീഗയുടെ സുവിശേഷ ശുശ്രൂഷയിൽ നമ്മൾ കാണുന്ന മനോഹരമായൊരു പാഠവും ഇങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് ഫിലിപ്പി ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് എനിക്ക് സംഭവിച്ചതെല്ലാം, ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പൗലോസിന് ഫിലിപ്പി ലേഖനം എഴുതുന്ന സമയത്ത് പൗലോസിന് സംഭവിച്ചിരിക്കുന്ന പ്രയാസം, അദ്ദേഹം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു എന്നാണ്, ബന്ധനസ്ഥനായി എന്നത് പ്രത്തോറിയത്തിലുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ബന്ധനസ്ഥനായത് എന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവരെല്ലാവരും യേശുവിനെക്കുറിച്ച് അറിയാനിടയായി. ഞാൻ ബന്ധനസ്ഥനായത് അനേകം ആളുകൾക്ക് സുവിശേഷം ധൈര്യപൂർവ്വം പ്രസംഗിക്കാനുള്ള ഒരു കൃപാവരം കൊടുക്കുകയും ചെയ്തു. ഇപ്പം ഇങ്ങനെ പറഞ്ഞ് പൗലോസ്ലീഹ പറയുന്നുണ്ട്, എനിക്കിപ്പോഴുണ്ടായ ഈ സമൂഹത്തിൽ നിന്ന് സാമൂഹികമായിട്ട് എനിക്കുണ്ടായ ഈ അസ്വസ്ഥത സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് സഹായിച്ചു. ഇത് നമ്മൾ വിശ്വാസികൾ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അതായത് എവിടെ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയോ ഒരു പ്രയാസമോ എവിടെയെങ്കിലും ഒരു തടസ്സമോ ഒരു വെല്ലുവിളിയോ എവിടെയെങ്കിലും നിന്ന് ചില പ്രയാസങ്ങളോ ഒക്കെ നേരിട്ടാൽ അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അത് ദൈവം സുവിശേഷത്തിൻ്റെ മറ്റ് ചില മനോഹരമായ വാതിലുകൾ തുറക്കപ്പെടുന്നതിൻ്റെ സൂചനയാണ്. ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ഫിലിപ്പി ലേഖനത്തെ പരാമർശിച്ചതുകൊണ്ട് തന്നെ മറ്റൊരു ഇൻഫർമേഷൻ ഞാൻ പറയാം. അതായത് യൂറോപ്പിലേക്ക് സുവിശേഷത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. റോമൻ സാമ്രാജ്യത്തിൽ ഏഷ്യയിലെല്ലാം പൗലോസ്ലീഹയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ സുവിശേഷ സംഘങ്ങൾ യാത്ര ചെയ്ത് പ്രേക്ഷിത ശുശ്രൂഷകൾ ചെയ്ത് സഭാസമൂഹങ്ങളെ രൂപപ്പെടുത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് അവരിങ്ങനെ ഫ്രീജിയ, പംഫീലിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. അതുപോലെ ഏഷ്യയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. പൗലോസ്ലീഹ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയുന്നുണ്ട്, അതായത് ഏഷ്യയിലേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിച്ചെങ്കിലും യേശുവിൻ്റെ ആത്മാവ് അതിന് അനുവദിച്ചില്ല. പിന്നെ പാംഫീലിയ, ഫ്രീജിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചെങ്കിലും പരിശുദ്ധാത്മാവ് അത് അനുവദിച്ചില്ല. അത് അനുവദിക്കാതെ മാസിഡോണിയയിൽ നിന്ന്, മക്കദോനിയയിൽ നിന്ന് ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ വിളിക്കുന്ന ഒരു ദർശനം കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് മാസിഡോണിയയ്ക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുകയാണ്. മാസിഡോണിയ എന്ന് പറഞ്ഞാൽ ഫിലിപ്പിക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണ് പൗലോസും അപ്പസ്തോലന്മാരും പൗലോസും സീലാസും ലൂക്കായും എല്ലാം മാസിഡോണിയയിലേക്ക്, ഫിലിപ്പിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഫിലിപ്പിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴാണ്, ഫിലിപ്പി എന്ന് പറയുന്നത് യൂറോപ്പിലേക്കുള്ള പൗലോസ്ലീഹയുടെ സുവിശേഷ ശുശ്രൂഷയുടെ യൂറോപ്പിലേക്കുള്ള വാതിലായിരുന്നു ഫിലിപ്പി. ഫിലിപ്പിയിൽ നിന്നാണ് യൂറോപ്പിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഏഷ്യയിൽ പോകണ്ട എന്ന്, ഏഷ്യയിൽ പോകാൻ പരിശുദ്ധാത്മാവ് ഒരു തടസ്സം അനുവദിച്ചതുകൊണ്ട് യഥാർത്ഥത്തിൽ യൂറോപ്പിലേക്ക് സുവിശേഷം കടക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഈശോയുടെ ജീവിതത്തിലും അതുപോലെ തന്നെ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലും ഇന്നത്തെ നമ്മുടെ വർത്തമാനകാല സഭാ ജീവിതത്തിലും വളരെ പ്രസക്തമായതും ബാധകമായതുമായ വളരെ റെലവൻ്റായ ഒരു ദൈവിക ബോധ്യമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് ഈ 4-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു കാര്യം ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ തനിക്കുണ്ടായ ഈ തടസ്സം യേശു ഒരു ദൈവനിയോഗത്തിൻ്റെ
പ്രേരണയായി സ്വീകരിക്കുകയും അവിടുന്ന് പിൻവാങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ യൂദയ വിട്ട് ഗലീലയിലേക്ക് അവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഞാൻ യൂദയ ഗലീലി ഈ ഭൂമിശാസ്ത്രപരമായ ബന്ധം അല്പം കഴിഞ്ഞ് വിശദീകരിക്കാം. അതിന് തൊട്ട് മുമ്പ് ഇവിടെ ഒരുപക്ഷെ ആശയക്കുഴപ്പമുണ്ടാകാനിടയുള്ള ഒരാശയം യോഹന്നാൻ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ നമ്മൾ ശ്രദ്ധാപൂർവമാണ് ഈ സുവിശേഷം വായിച്ച് വന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം നിങ്ങൾ 3-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ വായിച്ചിട്ടുണ്ട്, ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂദയാദേശത്തേക്ക് പോയി അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് അവൻ സ്നാനം നൽകിയെന്നാണ്. യോഹന്നാൻ അങ്ങനെ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവൻ ശിഷ്യന്മാരോടൊപ്പം താമസിച്ച് സ്നാനം നൽകി. സാലിമിനടുത്ത് ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നത് യോഹന്നാനും അവിടെ സ്നാനം നൽകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എവിടെ 3:22 പറയുന്നു യേശു സ്നാനം നൽകി. എന്നാൽ 4:3 പറയുകയാണ് 4:2 പറയുകയാണ് യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ല. അപ്പാരൻ്റ്ലി നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ കൺഫ്യൂസിംഗ് ആയ ഒരുപക്ഷെ ആശയക്കുഴപ്പം ഉണ്ടാക്കാവുന്ന 2 വാക്യങ്ങളായി തോന്നാമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു നേരിട്ട് ആരെയെങ്കിലും സ്നാനപ്പെടുത്തിയിരുന്നോ? യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ലേ? എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ നിങ്ങളോട് പറയാം. യേശു സ്നാനപ്പെടുത്തിയിരുന്നു. ആരെ? യേശു തൻ്റെ ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ടാവും. കാരണം യേശു പുതിയ നിയമ സ്നാനം എന്താണ് എന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമേ പിന്നീട് ഈശോ ഉത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് അപ്പസ്തോലന്മാർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ നിങ്ങൾ എല്ലായിടത്തും പോയി ശിഷ്യപ്പെടുത്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകണം എന്ന് പഠിപ്പിക്കുന്ന സമയത്ത് ജ്ഞാനസ്നാനം നൽകേണ്ടത് എങ്ങനെയാണെന്ന് അപ്പസ്തോലന്മാർക്ക് വ്യക്തത കിട്ടണമെങ്കിൽ അവരെ അത് പ്രായോഗികമായി ചെയ്ത് പഠിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നിശ്ചയമായിട്ട് ഈശോ പുതിയ നിയമ സ്നാനം എങ്ങനെയാവണമെന്ന് അപ്പസ്തോലന്മാരെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അത് വാക്കുകൾ കൊണ്ടല്ല, ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഈശോ ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തിയായിരിക്കും അവരെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. സ്നാനത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടാവും. ജ്ഞാനസ്നാനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വ്യക്തത കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഈശോ ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും സ്നാനപ്പെടുത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ഈശോ ശിഷ്യന്മാരുടെ കൂടെ താമസിച്ച് അവരെ കൊണ്ട് മറ്റുള്ളവരെ ശിഷ്യരായി ഈ സമൂഹത്തിലേക്ക് ചേർക്കപ്പെടുന്ന മറ്റുള്ളവരെ ശിഷ്യന്മാരെ കൊണ്ട് സ്നാനപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് കർത്താവ് യേശു മിശിഹ ആരംഭിച്ച ഈ ശുശ്രൂഷ, കർത്താവ് യേശു മിശിഹ ആരംഭിച്ച ഈ പുതിയ നിയമ ശുശ്രൂഷ നിർവഹിക്കുന്നതിനും തുടരുന്നതിനും യേശു അപ്പസ്തോലന്മാരെ കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പസ്തോലികമായ ഒരു പിന്തുടർച്ചയെ യേശു വിലമതിച്ചിരുന്നു. താൻ ചെയ്തതൊക്കെ തുടരാനാണ് അപ്പസ്തോലിക സഭയെ ദൈവം ഭരമേൽപ്പിച്ചത്. ഇത്തരം ആശയങ്ങൾക്കുള്ള വളരെ ശക്തമായ ഒരു ആധാരവചനമാണ് നമ്മൾ ഈ വായിക്കുന്ന 1-2 വാക്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ഈ 2-ാമത്തെ വാക്യം. ഞാൻ പറഞ്ഞു വരുന്നത് യേശു ചെയ്തത് തുടരുന്നതാണ് സഭ. യേശുവിൻ്റെ ശുശ്രൂഷയുടെ തുടർച്ചയാണ് സഭയുടെ ശുശ്രൂഷ. യേശു ചെയ്തത് തന്നെയാണ് സഭ ചെയ്യുന്നത്. യേശു ചെയ്തത് തന്നെയാണ് സഭ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സുവിശേഷ ശുശ്രൂഷ ഭരമേൽപ്പിച്ചിരിക്കുന്നത് സഭയാണ്. അത് സഭയുടെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ജ്ഞാനസ്നാനം നൽകുക. സുവിശേഷം പ്രസംഗിക്കുക, സുവിശേഷം സ്വീകരിക്കുന്നവർക്ക് ജ്ഞാനസ്നാനം നൽകുക. ജ്ഞാനസ്നാനം നമ്മൾ നൽകുന്നത് നമ്മൾ മറച്ചു വെക്കേണ്ടതില്ല. അല്ലെങ്കിൽ നമ്മൾ ജ്ഞാനസ്നാനം നൽകാൻ തയ്യാറുള്ളൊരു സഭയാണ് എന്നത് നമ്മൾ ആരെയും ഭയന്ന് ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല. ഇത് സഭയുടെ പ്രധാനപ്പെട്ട നിയോഗമാണ്. നമ്മൾ നിർബന്ധിതമായി ആരെയും മതപരിവർത്തനം ചെയ്യുന്നില്ല, ചെയ്യാൻ പാടില്ല. എന്നാൽ നമുക്ക് ലഭിച്ച ഒരു സുവിശേഷ സത്യത്തെ നാം നമ്മുടെ ഹൃദയം കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും വിശദീകരിക്കുമ്പോൾ അതിലൊരാൾ ആകർഷിക്കപ്പെടുകയും സന്മനസ്സോടെയും പൂർണ്ണ ബോധ്യത്തോടെയും പരപ്രേരണകളോ ബാഹ്യസമ്മർദ്ദങ്ങളോ ഇല്ലാതെ ആ വ്യക്തി യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ സാമൂഹികമായ അവസ്ഥകൾ എന്തു തന്നെയാണെങ്കിലും ആ വ്യക്തിക്ക്
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം കൊടുക്കുക എന്നത് നമ്മൾ മറച്ചു വെക്കേണ്ട ഒരു സത്യമല്ല. അത് നമ്മുടെ നിയോഗമാണ്. അത് ദൈവം നമ്മളെ ഫലമേൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ഇത് സഭയെ, ശിഷ്യന്മാരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ വലിയ വേദനയുണ്ട്. ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റിനും ഉണ്ടായിട്ടും അത് കൊടുക്കാൻ മനസ്സില്ലാത്ത ആളുകളുടെ എണ്ണം ഇന്ന് കൂടി വരുന്നത് കൊണ്ട് മാമോദീസ സ്വീകരിക്കാത്ത ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, എനിക്ക് നേരിട്ടറിയാം. ആരുടെയും ചോദ്യങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉത്തരം നൽകാനുള്ള റിസോഴ്സസ് എൻ്റെ കയ്യിലുണ്ട്. അതായത് 20 വർഷം 22 വർഷം ഒക്കെ ആയിട്ട് മാമോദീസ സ്വീകരിക്കാതിരുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. മാമോദീസ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. കൊടുക്കാൻ ചില ഇടങ്ങളിൽ ആളുകൾ തയ്യാറാവുന്നില്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ മഹാപരാധമാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മഹാപരാധമാണ്, മാരക പാപമാണ്. തോണ്ടിയതും നുള്ളിയതും പിച്ചിയതും വഴക്കിട്ടതും ഒക്കെ പാപങ്ങളായിരിക്കെ തന്നെ അതിനേക്കാളൊക്കെ വലിയ പാപമാണ് ഒരാൾ യേശുവിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് യേശുവിനെ കൊടുക്കാതിരിക്കുക, ഇനി യേശുവിലേക്ക് വന്ന ഒരാൾക്ക് ജ്ഞാനസ്നാനം നൽകാതിരിക്കുക. പല കാരണങ്ങളുടെ പേരിൽ ഒരു ലീഗലിസ്റ്റിക് മൈൻഡ് സെറ്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുഴച്ച് മറിച്ച് സങ്കീർണമാക്കി, വചനം പറയുന്നത് പോലെ സരളമായി സൃഷ്ടിച്ച ഈ മനുഷ്യജീവിതത്തെ നമ്മൾ ഈ കോംപ്ലിക്കേറ്റഡ് ആക്കിയ ആളുകളാണ് നമ്മൾ. വിശ്വസിക്കുന്ന ഒരാൾക്ക് മാമോദീസ കൊടുക്കാൻ എന്താണ് നമ്മുടെ മുമ്പിലെ തടസ്സം? എന്ത് തടസ്സമാണുള്ളതിന്? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, സങ്കടവും വിഷമവും പ്രയാസവും പലപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ശിഷ്യന്മാരെ ഈശോ കൂടെ കൊണ്ട് നടന്ന് പരിശീലിപ്പിച്ചൊരു ശുശ്രൂഷയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവർക്കും ശിഷ്യന്മാരാകാൻ ആഗ്രഹിക്കുന്നവർക്കും ജ്ഞാനസ്നാനം നൽകണം. തീർച്ചയായും നമ്മൾ വിവേകത്തോടെയും ജ്ഞാനത്തോടെയും വേണം ഈ കാര്യങ്ങളെ സമീപിക്കാൻ. അത് ഞാൻ മറക്കുന്നുമില്ല. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുന്നോട്ട് പോകേണ്ടതുണ്ട്. ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ ഈശോ അങ്ങനെ സ്നാനം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സോഷ്യൽ അൺറസ്റ്റ്, സാമൂഹികമായ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അവൻ യൂദയ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു. ഇവിടെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷവും സമാന്തര സുവിശേഷങ്ങളായ മത്തായി, മർക്കോസ്, ലൂക്കോസും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മളിവിടെ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ പരസ്യജീവിതത്തെ അവർ അവതരിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെ അവർ അടുക്കി വെച്ചിരിക്കുന്നത് ഗലീലയിൽ ആരംഭിച്ച യേശുവിൻ്റെ ശുശ്രൂഷ ഗലീലയിൽ നിന്ന് യൂദയായിലേക്ക് ജെറുസലേമിലേക്ക് പോയി, ജെറുസലേമിൽ വെച്ച് പാളയത്തിന് പുറത്ത് വെച്ച് യേശു കൊല്ലപ്പെടുന്നു. ഉത്ഥാനം ചെയ്ത് ഈശോ വീണ്ടും ഗലീലയിലേക്ക് വന്ന് ശിഷ്യന്മാരെ കണ്ടുമുട്ടുന്നു, സ്വർഗാരോഹണം ചെയ്യുന്നു. ഇങ്ങനെയാണിത്. ഗലീലയിൽ ആരംഭിച്ച് ജെറുസലേമിൽ പൂർത്തിയായ ഒരു ജീവിതമായിട്ടാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങൾ യേശുവിൻ്റെ പരസ്യജീവിതത്തിലെ സംഭവങ്ങളെ അങ്ങനെയാണ് അടുക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ യോഹന്നാൻ അങ്ങനെയല്ല യേശുവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളെ അവതരിപ്പിക്കുന്നത്. യേശു ഗലീലയിൽ ശുശ്രൂഷ ചെയ്യുന്നു, യൂദയായിലേക്ക് പോകുന്നു, അവിടെ ശുശ്രൂഷ ചെയ്യുന്നു, ഗലീലയിലേക്ക് തിരിച്ചു വരുന്നു, വീണ്ടും ഗലീലയിൽ ശുശ്രൂഷ ചെയ്യുന്നു, വീണ്ടും ജെറുസലേമിലേക്ക് പോകുന്നു. ഇങ്ങനെ ഗലീലയിൽ നിന്ന് യൂദയായിലേക്ക് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്ന ഒരു യേശുവിനെയാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നല്ല. സംഭവങ്ങളെ അടുക്കി അവതരിപ്പിക്കുമ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷകന്മാർ സ്വീകരിച്ച ശൈലി ഗലീലയിലെ സംഭവങ്ങളെ ആദ്യം എല്ലാം പറഞ്ഞ് അവിടുന്ന് യേശു ജെറുസലേമിലേക്ക് പോയി കൊല്ലപ്പെടുന്ന അങ്ങനെ ഒരു ലീനിയർ ഒരു ഫ്രെയിമിലാണ് അതിനെ അവതരിപ്പിക്കുന്നത്. എന്നാൽ യോഹന്നാൻ അങ്ങനെയല്ല. പോവുക വരിക ഇങ്ങനെ ചെയ്യുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകതയെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ യേശു വളർന്ന സ്ഥലമായ നസറത്ത്, അതിനുശേഷം പത്രോസ്, അന്ത്രയോസ് തുടങ്ങിയ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ വീട് സ്ഥിതി ചെയ്തിരുന്ന കഫർനാം, ഒരുപക്ഷെ യേശുവിൻ്റെ രണ്ടാം വീടായിരുന്ന ഇവരുടെ ഭവനം, സബദീപുത്രന്മാരുടെ ഭവനം, അതുപോലെ യേശു വെള്ളം വീഞ്ഞാക്കുന്ന കാന തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം തന്നെ ഗലീലി പ്രദേശങ്ങളാണ്. ഗലീലി എന്നാൽ ബഥാനിയ, ബത്ഫേഗ, ജെറുസലേം, യേശുവിൻ്റെ അന്ത്യരംഗങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ,
ഇതെല്ലാം തന്നെ യൂദയായുടെ ഭാഗമാണ്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ, ഒന്ന് ഗലീലി, യൂദയ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗലീലി നോർത്താണ്, വടക്ക് പ്രദേശമാണ്. യൂദയ സൗത്താണ്, തെക്ക് പ്രദേശമാണ്, ദക്ഷിണ ദേശമാണ്. അപ്പോൾ ഗലീലി നോർത്താണ്, ജെറുസലേം സൗത്താണ്. അല്ലെ, യൂദയായുടെ തലസ്ഥാനമാണ് ജെറുസലേം സൗത്താണ്. അപ്പോൾ ഈ ഗലീലി താഴ്ന്ന പ്രദേശമാണ്. ആ ഗലീലിയിൽ നിന്ന് യാത്ര ചെയ്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, എപ്പോഴും ജെറുസലേമിലേക്കുള്ള യാത്രയെ ബൈബിൾ ഉപയോഗിക്കുന്ന ഭാഷാപ്രയോഗം അപ്പ് ടു ജെറുസലേം എന്നാണ്. ജെറുസലേമിലേക്ക് മലയാളത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാളും ഇംഗ്ലീഷിൽ മനസ്സിലാവും അപ്പ് ടു ജെറുസലേം. അപ്പ് ടു ജെറുസലേം എന്ന് പറഞ്ഞാൽ ജെറുസലേം ഇങ്ങനെ ഒരു ഉയർന്ന സ്ഥലത്തേക്കുള്ള യാത്ര, അതൊരു ആരോഹണമാണ്, അതൊരു തീർത്ഥാടനമാണ്, ആരോഹണമാണ്. അപ്പോൾ ഗലീലിയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്ര, ജെറിക്കോ പിന്നിട്ട് ജെറുസലേമിലേക്കുള്ള യാത്ര. ഈ യൂദയ എന്ന് പറയുന്നത് നഗരമാണ്, ജെറുസലേം നഗരമാണ്, ഏർബൻ ലൈഫാണ്, നഗരജീവിതമാണ്. ഗലീലി കുറെ കൂടെ ഗ്രാമപ്രദേശങ്ങളാണ്, കുറെ കൂടി സാമൂഹികമായി വികസനപരമായി പിന്നിലേക്ക് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യൂദയായിലുള്ള ജെറുസലേമിലുള്ള യഹൂദന്മാർക്ക് ഗലീലയിലുള്ള യഹൂദന്മാരോട് പുച്ഛമായിരുന്നു. ആ പുച്ഛം പല വാക്യങ്ങളിൽ നമ്മൾ ബൈബിളിൽ വായിച്ചെടുക്കുന്നുണ്ട്. ജെറുസലേമിൽ നിന്ന് ഏതാണ്ട് 80 മൈല് നോർത്തിലായിരുന്നു ഗലീലി. ജെറുസലേമിൽ നിന്ന് 80 മൈൽ നോർത്തിലാണ് ഗലീലി. ഗലീലിയന്മാരോട് പുച്ഛമായിരുന്നു. കാരണം ഗലീലിയിൽ കൂടുതലും വിജാതീയരായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ യെശയ്യാ 9 വായിക്കുന്നുണ്ട്, ഗാലിലി ഓഫ് ദി നേഷൻസ്, വിജാതീയരുടെ ഗലീലി, ജനതകളുടെ ഗലീലി. അല്ലെങ്കിൽ മത്തായി വീണ്ടും അതിനെ എടുത്ത് പറയുന്നുണ്ട്, മത്തായി സുവിശേഷം, വിജാതീയരുടെ ഗലീലി, അന്ധകാരത്തിലായിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. വിജാതീയരുടെ ഗാലിലി ഓഫ് ദി നേഷൻസ്, ഗാലിലി ഓഫ് ദ ജെൻറ്റൈൽസ്. അപ്പോൾ വിജാതീയര് തിങ്ങി നിറഞ്ഞിരുന്ന സ്ഥലമായിരുന്നത് കൊണ്ട് തന്നെ അതൊരു കണ്ടംറ്റോടും പുച്ഛത്തോടും പരിഹാസത്തോടും വിലയില്ലാത്ത മനുഷ്യരായിട്ടാണ് ഇവരെ കണ്ടിരുന്നത്. ഇത് ഇവർ ഗലീലിയക്കാരല്ലേ, ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണല്ലോ, ഇങ്ങനെ തുടങ്ങിയ പല പദപ്രയോഗങ്ങളും പിന്നീട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ വിഷയം ഗ്രഹിക്കാനായിട്ട് കൂടുതൽ ആഗ്രഹമുണ്ടെങ്കിൽ ചില റെഫറൻസസ് ഞാൻ പറയാം. അതായത് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, 4-ാം അധ്യായത്തിൽ ഈ വാക്യങ്ങൾ കൂടാതെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 51-52, 7-ാം അധ്യായത്തിൽ 51-52, മത്തായിയുടെ സുവിശേഷത്തിൽ 26-73, മത്തായി 26-73, അപ്പോസ്തല പ്രവർത്തനത്തിൽ 1-11, 4-13 തുടങ്ങിയ വാക്യങ്ങളിലൊക്കെ, അതുപോലെ തന്നെ യെശയ്യാ 9:1 തുടങ്ങിയ വാക്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഗലീലി എന്ന് പറയുന്ന വിജാതീയരുടെ ഈ സ്ഥലത്തെ അവർക്ക് അല്പം പരിഹാസത്തോടും പുച്ഛത്തോടും കൂടിയാണ് അവർ കണ്ടിരുന്നത്. അപ്പോൾ യേശു ഗലീലിയിലേക്ക് വരികയാണ്. ഇപ്പോൾ യൂദയ വിട്ട് ഗലീലിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു ജിയോഗ്രാഫിക്കൽ ഫ്രെയിം കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ ഗലീലി പ്രദേശത്ത് നിന്ന് അപ്പ് ടു ജെറുസലേം കൂടെ പോകുന്നു. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് യേശു ഇപ്പോൾ യൂദയായിലാണ്. അതായത് ഈ 4-ാം അധ്യായം ആരംഭിക്കുന്ന സമയത്ത് ഇപ്പോൾ യേശു യൂദയായിലാണ്. അവിടെ സാലിമിനടുത്ത് ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ താമസിച്ച് സ്നാനം നൽകിയെന്ന് 3:22 നമ്മൾ കണ്ടിരുന്നു. ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. യേശു ഇതിന് തൊട്ട് മുമ്പ് എന്തിനായിരുന്നു യൂദയായിൽ പോയത്? എന്തിനായിരുന്നു യേശു യൂദയായിൽ പോയത്? അതായത് നമ്മൾ ഇതുവരെ ഇപ്പോൾ 4-ാം അധ്യായം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കാണുന്നത് യേശു ഗലീലയിലായിരുന്നില്ല, യേശു യൂദയായിലായിരുന്നു. ആ യൂദയായ്ക്കടുത്തുള്ള സാലിമിനടുത്തുള്ള ഏനോനിലാണ് യേശു സ്നാനം നൽകിയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് യേശു ഗലീലയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്തിനാണ് ഇതിനു മുമ്പ് യേശു യൂദയായിലേക്ക് ഇപ്പോൾ പോയത്? യൂദയായിൽ എങ്ങനെയാണ് എത്തിയത്? നമ്മൾ 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, യഹൂദരുടെ പെസഹാ തിരുനാൾ അടുത്തിരുന്നതിനാൽ അവൻ യൂദയാ പ്രദേശത്തേക്ക് പോയി. അപ്പോൾ പെസഹാ തിരുനാളിന് പോയതായിരുന്നു. അവിടെ വെച്ചാണ് നിക്കോദെമോസ് യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളൊക്കെ കാണുകയും യേശുവിനെ വിലമതിക്കുകയും ചെയ്യുന്നത്, യേശുവിനെ മനസ്സിലാക്കുന്നത്, യേശുവിനോട് ഒരു അപ്രീസിയേഷൻ തോന്നുന്നത്. അപ്പോൾ അതിനുശേഷം യേശുവും ശിഷ്യന്മാരും ഈ ഏനോനിൽ വന്ന് സ്നാനം നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അസ്വസ്ഥതയുണ്ടായി. അവർ വീണ്ടും ഗലീലയിലേക്ക് തിരിച്ചു പോവുകയാണ്. തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.